ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ തെറ്റിന് ഒറ്റ പ്രായശ്ചിത്തേ ഉള്ളൂ. വരുണിനെയും രാധികയെ ഒന്നിപ്പിക്കാന്നുള്ളത്. ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് അന്നേ ദിവസം തന്നെ അറുത്തു മാറ്റിയവർക്ക് ദൈവം കരുതി വച്ചിരിക്കുന്ന കൂലി എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മക്കൾ ഇവിടെ വരുമ്പോഴും അവർ ഒന്നിച്ചു നിൽക്കുമ്പോഴും ചില അടക്കം പറച്ചിലുകളും ഒതുങ്ങി നിൽക്കലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ അന്നേ അത് ചോദിക്കണമായിരുന്നു. കുടുംബമല്ലേ, ചിലതിന് നേരെ കണ്ണടയ്ക്കണമെന്ന് കരുതിയിട്ടാ ചോദിക്കാതിരുന്നതും വിട്ടതും. അവസാനം എല്ലാരും കൂടി ഒരു തീക്കൊണ്ടെടുത്ത് എന്റെ തലയിൽ വെച്ച് തന്നു. ഇനി ദേവൻ അനുഭവിക്കണം, ദേവൻ നരയിക്കണം, അല്ലേ? അല്ലേ? മോനെ, മാഡം എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? കാര്യമുണ്ടല്ലോ, ഞാൻ എന്റെ മോളുടെ ഭംഗി കാണുകയല്ലേ. അമ്മമാരുടെ ഏറ്റവും സന്തോഷമല്ലേ പെൺകുട്ടികളെ അണിഞ്ഞൊരുക്കി നിർത്തി അവരുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുക എന്നുള്ളത്. എന്റെയും ഭാഗ്യ. എന്റെ പെറ്റമ്മ ചെയ്യാൻ മറന്നതൊക്കെ ഇതുവരെ യശോദമ്മ ചെയ്തു. ഇപ്പോ ഫിദ മാഡം ചെയ്യുന്നു. ഞാൻ എന്നും നിന്റെ അമ്മ തന്നെയാ മോളെ. അപ്പോ അമ്മയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നിന്നെ കുറിച്ച് അങ്ങനെ ഒരു സ്വപ്നം അമ്മ പറയട്ടെ. എന്താ? എല്ലാ അമ്മമാരും പറയാറുള്ളത് തന്നെ. എത്രയും പെട്ടെന്ന് എന്റെ മോളെ എനിക്കൊരു കല്യാണ പെണ്ണായിട്ട് കാണണം. എന്തുപറ്റി? അമ്മ പറഞ്ഞത് സന്തോഷിക്കേണ്ട കാര്യല്ലേ? അതിന് ഇങ്ങനെ മുഖം വാടുന്ന എന്തിനാ? ഒന്നുമില്ല. എന്നാ പറ, എങ്ങനത്തെ ചെക്കനെയാ എന്റെ കുട്ടി ആഗ്രഹിക്കുന്നത്? എന്തൊക്കെയാ അവന് വേണ്ട കഴിവുകള്? പറയേ, അമ്മയ്ക്ക് നോക്കിയെടുക്കണ്ടേ? എനിക്ക് ചെറിയൊരു തലവേദന പോലെ. ഞാനൊന്ന് പോയി കിടന്നോട്ടെ. എന്തുപറ്റി? ഞാൻ സംസാരിച്ചത് ഇഷ്ടപ്പെടാത്തോണ്ടാണോ? അല്ല, തലവേദനയായിട്ടാ.
ദേവേട്ട, എല്ലാം തുറന്നു പറയാൻ ഞാൻ ഒരുപാട് തവണ ഒരുങ്ങിയതാ. പക്ഷേ അച്ഛാ, ഞാനല്ലേ വരുണന്റെ കൂടെ ജീവിച്ചത്? ഞാനല്ലേ കണിമംഗലത്ത് മരുമകളായി ചെന്ന് കേറിയത്? ദേവ, എല്ലാത്തിനും ഒരു പരിഹാരം വേണമല്ലോ. വേണമേ, സംഭവിച്ചത് ദൈവത്തിന് നിരക്കാത്ത കാര്യ. അത് തിരുത്തിയേ പറ്റൂ. നിങ്ങളെല്ലാവരും രാധികമ്മയോട് കാണിച്ചത് ക്രൂരതയാ. അതിന്റെ പേരിൽ ഞാനിനി ആരെയും കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പ്രായശ്ചിത്തം ചെയ്യണം. ഈ തെറ്റിന് ഒറ്റ പ്രായശ്ചിത്തേ ഉള്ളൂ. വരുണിനെയും രാധികയെ ഒന്നിപ്പിക്കാന്നുള്ളത്. എന്താ നീ ഈ പറഞ്ഞത്? ഇടാ, ആളുകൾ ചിരിക്കില്ലേ? ആളുകൾ ചിരിക്കട്ടെ അമ്മേ. അരുതാത്തത് നടന്നാൽ ആളുകൾ ചിരിക്കും. ആ അരുതായ്മ ചെയ്തതാരാ? അമ്മയല്ലേ? നേർബുദ്ധിയുടെ ഒരു അംശമെങ്കിലും അമ്മ കാണിച്ചോ? മനുഷ്യത്വത്തിന്റെ ലെവലേശമെങ്കിലും അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അന്ന് ആ വിവാഹ മണ്ഡപത്തിൽ അങ്ങനെ ഒരു കാര്യം നടക്കുമായിരുന്നോ? അപ്പൊ ആളുകൾ ചിരിക്കട്ടെ. അച്ഛാ, അർഹതയില്ലാത്തൊരു പദവി കുറച്ചു നാൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. വരുണിന്റെ ഭാര്യ പദവി എന്നത്. എന്തിനാ മോളെ അങ്ങനെ ഒരാളെ നീ വെട്ടിപ്പിടിക്കുന്നത്?